ഹായ് ഗൈസ്, മൈ നെയിം ഇസ് ഷിയ. ഈ യൂട്യൂബ് ചാനൽ എൻ്റെയൊന്നുമല്ല, പക്ഷേ ചില റീൽസ് ബിക്കോസ് ഗൈസ് ഇതെന്റെ ചാനലാണ്. എന്റെ 149 സബ്സ്ക്രൈബേഴ്സിന് അറിയാം ഇത് എന്റെ യൂട്യൂബ് ചാനലാണെന്ന്. ഓക്കെ, കണ്ടിന്യൂ. സോ ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ, 12:30 ആയിട്ടുണ്ടോ. Today we are going to Wagaman. And this is my first trip to Wagaman. ആൻഡ് ഞാനാണെങ്കിൽ വീക്കെൻഡ്സില് ഓടി പോകുന്ന ഒരു സ്ഥലമാണ് വാഗമൺ. ആൻഡ് ഇത് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ്. ബിക്കോസ് കുറെ നാളോട് പ്ലാൻ ചെയ്ത് ഞങ്ങൾ എറണാകുളം വിട്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടി എറണാകുളം വിട്ട് കൂടിപ്പോയി നമ്മൾ രണ്ടുപേരും കൂടി മൂവാറ്റുപുഴ വരെ പോയിട്ടുണ്ടാവും അല്ലേ? ആനടിക്കുന്നു. എവിടെയത് ആനടിക്കുന്നു കഴിഞ്ഞാലും പോയി. ആൻഡ് നൗ ഫൈനലി വി ആർ ഗോയിങ് വാഗമൺ. ഞങ്ങൾ ഇപ്പൊ വാഗമണ് പോകുന്നു, പിന്നെ നമ്മൾ എങ്ങോട്ട് പോകുന്നു? മൂന്നാർ പോകുന്നു, പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഹിമാലയത്തിൽ പോകുന്നു, പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടെങ്കിലൊക്കെ പോകും ഗൈസ്. പറഞ്ഞേർക്ക്. So excited. മീറ്റും പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്തിരി കിടന്ന് നടക്കണം. ടിപ്പിക്കൽ മലയാളി ഗേൾ. ഓക്കെ, സോ അപ്പോൾ ഞാൻ പറയാം, ദിസ് ഇസ് വെരി വെരി സ്പെഷ്യൽ ഫോർ മീ. ഞാനും ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുനാൾ മുതലേ ഒന്നിച്ച് പഠിച്ച് കളിച്ച് വളർന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. ബട്ട് ഞങ്ങൾ ഡിഫറെന്റ് ക്ലാസ്സസിലായിരുന്നു. യെസ്, ബട്ട് സൺഡേ ക്ലാസ്സിൽ പോലും ഞങ്ങൾ ഡിഫറെന്റ് ക്ലാസ്സിലായിരുന്നു. ഈ ഫ്രണ്ട്ഷിപ്പിന് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇവളുടെ മമ്മി പറഞ്ഞു എന്നോട് കൂട്ടുവിടണ്ടെന്ന്. ഞാൻ പറയും ഇവളുടെ മമ്മി പറഞ്ഞു എന്നോട് കൂട്ടുവിടണ്ടെന്ന്. ബട്ട് ഇപ്പൊ ഇവിടെ എവിടെ ഇരിക്കുന്നത്? എന്റെ വീട്ടില്. മറ്റൊരു പ്രേമത്തിലും സ്ട്രേഞ്ചേഴ്സിനോടൊന്നും പേര് പറയരുതെന്ന് മമ്മി പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറയും, എന്റെ പേര് ഇത്. എന്റെ പേര് ഷിയ അന്ന ജേക്കബ്. ഞാൻ കൂട്ടുകൊള്ളൂ. അതെ, ഫൈനലി ഞങ്ങൾ പോകാനുള്ള എക്സൈറ്റഡ് ആണ് ഗായ്സ്. ആക്ച്വലി പോകാനായിട്ട് വളരെ വളരെ എക്സൈറ്റഡ് ആണ് ഗായ്സ്. എനിക്ക് നമ്മൾ പോകുന്നത് ഒറ്റ ദിവസത്തേക്കായാലും ലൈക്ക് ഒരു ഹാഫ് ഡേ ആണെങ്കിൽ പോലും ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ എക്സ്ട്രാ ഡ്രസ്സ് എന്തായാലും പറഞ്ഞാൽ ഞാൻ ക്യാരി ചെയ്യും. അല്ലാതെ ചില്ലറ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടും പോകാറുണ്ട്. അതൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നോക്കാം എങ്ങനെയാകുമെന്ന്. ഗൈസ് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞങ്ങൾ സോ ഗൈസ് ഞങ്ങൾ ഇറങ്ങി. വീട്ടിലെല്ലാവരും നല്ല ഉറക്കമാണ്. കുറച്ച് മേക്കപ്പ് ഇട്ടാൽ കുറച്ച് കൂടിപ്പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ, റൈറ്റ് ഹിയർ. കം ഓൺ ഹിയർ. വി ആർ ഓൾ സെറ്റ് ഗൈസ്. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയുള്ള ഡ്രീം ട്രിപ്പിന് പോവാണ്. ജീവനോടെ ഉണ്ടെങ്കിൽ ഈ വ്ലോഗ് പുറത്തു വരുന്നതായിരിക്കും. ബിക്കോസ് അവളിതുവരെ ചുരത്തിൽ വണ്ടി ഓടിച്ചിട്ടില്ല. എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കാനും അറിയാൻ പാടില്ല. കണ്ണും കാണാൻ പറ്റുള്ള മാങ്ങാത്തുലി. അപ്പോൾ പോവല്ലേ? മിസ്റ്റർ അക്ഷയ് അമ്പിയാൻ എർണോഷ്. അതെ ചായ കുടിക്കാണ്ട് ഇറങ്ങി നമുക്ക്. ഗൈസ് ബേസിക്കലി ഞങ്ങളൊരു ഷോർട്ട് കട്ട് എടുത്തതാണ്. പക്ഷെ ചെറുതായിട്ടൊന്ന് വഴിയേറ്റിപ്പോയി. ഇപ്പോൾ ഏതൊരു കാട് പിടിച്ചൊരു സ്ഥലത്തു നിന്നാണ് നിൽക്കുന്നത്. പിന്നെ കുഴപ്പമില്ല, രാവിലെ ആയിരുന്നുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല. ഗൈസ് വെട്ടമൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. എന്തുവാണ് ചെയ്യുന്നത്? വീഡിയോ എടുക്കുന്നുണ്ടോ? ഷിയൊക്കെ എന്താണ് ഇതുവരെയുള്ള ജേണിനെ പറ്റി പറയാനുള്ളത്? വെരി ഗുഡ്. 1 hour വണ്ടി ഓടിച്ചു. 1 hour കണ്ടിന്യൂസ് ചെയ്ത് വണ്ടി ഓടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഞാൻ പുറകെ ഇരുന്നു പാട്ടൊക്കെ പാടി. ഞാനാണ് ഷിയയുടെ സ്പോട്ടിഫൈ പ്രീമിയം അല്ല ഷിയ? അതെ, എന്നെ കൊണ്ട് വെറുപ്പിക്കാൻ വരുന്ന രീതിയിലൊക്കെ ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് യാത്ര തുടരാം. നമുക്ക് അധികം സമയമില്ല. നല്ല കോടയൊക്കെ കിട്ടണം. ഒരു സൺറൈസ് കാണുന്നുണ്ടായിരുന്നു. അത് ഇന്നലെ നടക്കത്തില്ല. എന്നാലും എന്തെങ്കിലും നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടാവും. സോ ലെറ്റ്സ് സീ. സോ ഗൈസ് എനിക്ക് ഉറപ്പായിരുന്നു വഴിയെറ്റിപ്പോയെങ്കിലും നല്ലൊരു സ്ഥലത്ത് വന്ന് പെടുമെന്ന്. ഗൈസ് ലുക്ക് അറ്റ് ദ വ്യൂ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ എന്തായാലും വാഗമണ് കയറുമ്പോഴത്തേക്കും ലൈക്ക് കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. കാരണം ഈ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ ഇവിടെ അങ്ങ് നിന്ന് പോവാണ്.
സോ ഗൈസ് ഞങ്ങൾ റെഡിയായി, ഞങ്ങൾ പോകാൻ പോകുന്നു. ബൈ. വണ്ടി എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് അവിടെ ഇങ്ങോട്ട് പോയാലോ? ബൈ. നമ്മളില്ലേ അത് ശരി. ഫൈനലി ഞങ്ങൾ വാഗമൺ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് നല്ല ക്ലൈമറ്റ്, ഗൈസ് നല്ല ക്ലൈമറ്റ്. കോടയുണ്ട്, കോടാമഞ്ഞി. ഓഹോ ഓഹോ ഇപ്പൊ കൊള്ളാം. റേഞ്ച് ഇല്ലാത്തോണ്ടാണ്. ഗൈസ് ഗസ് വാട്ട്, ഞങ്ങള് വാഗമൺ ജാഗ്വർ സ്പോട്ടിലെത്തി ഗൈസ്. ഞങ്ങൾ ഓർത്തില്ല ഇവിടെ വരെ എത്തുമെന്ന്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തിരിച്ചു പോകേണ്ടതാണ്. പക്ഷേ we did it guys, we did it. So happy to hear. Show you something guys. Guys full കോടയാണ്. കോട എന്ന് പറഞ്ഞാൽ ഫുൾ കോട. ഇനിയിപ്പോൾ മേലോട്ട് പോകുമ്പോഴത്തേക്കും ഇതിൽ നല്ല കോട ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. മഴയില്ല, ബട്ട് നല്ല ക്ലൈമറ്റ്. എനിക്കിഷ്ടമായി, കൊള്ളാം. അവൾ ആദ്യമായിട്ടാണ് ചെറുത്തിൽ വണ്ടി ഓടിക്കുന്നത്. ചെറിയൊരു പേടിയുണ്ടായി, ബട്ട് ഷീ ഡിഡ് ഇറ്റ് ഗൈസ്, ഷീ ഡിഡ് ഇറ്റ്. ഇനി ഞാനും എപ്പോഴാണ് വന്നോ. ഞാൻ നിങ്ങൾക്ക് ഈ സ്പോട്ടിൽ ഇതിന് മുന്നേ എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് വാഗമണിൻ്റെ സ്പോട്ടിഫൈ പ്രീമിയം ആണെന്ന്. Will show you something guys. കാണാൻ പറ്റുന്നുണ്ടോ? ഓ അങ്ങോട്ട് ആൻസർ ചെറു കൂടെ. ഗൈസ് ലിറ്ററലി ഇവിടെ ഫുള്ള് കോടമഞ്ഞാണ് ഗൈസ്. കോടമഞ്ഞെന്ന് പറഞ്ഞാൽ സൂപ്പർ അടിപൊളി ബൂം പ്ലാസ്റ്റിക് കോടമഞ്ഞ്. ഷിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കുന്നു ഗൈസ്. ഐ കാൻ ബിലീവ് ദാറ്റ്. ലൈക്ക് പെയിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഓർത്തു ഫുള്ള് അയ്യോ പോയിന്ന് ഓർത്തു. പക്ഷെ ഇവിടെ വന്നപ്പോ നിറച്ച് മഞ്ഞ്. ലൈക്ക് ജസ്റ്റ് കോട ഗൈസ്, ഫുള്ള് കോട. അടിപൊളി. ഞങ്ങള് വന്നപ്പോ കൊറേ കറങ്ങി വന്നേ, പക്ഷെ വന്ന വഴികളെല്ലാം ഒന്നിനൊന്ന് മെച്ചം. ലൈക്ക് ഇങ്ങനെ വഴി വരാല്ലേ എന്നുള്ളൊരു. വഴി തെറ്റിയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റൈഡും കിട്ടി. ലൈക്ക് എന്തുകൊണ്ടും ഗൈസ് സൂപ്പർ സൂപ്പർ. നമ്മളിത് തീർന്നിട്ടില്ല, ഇനിയുണ്ട്. നമ്മൾ വാഗമൺ കയറുന്നതേ ഉള്ളൂ ഗൈസ്, വാഗമൺ കയറുന്നേ ഉള്ളൂ. ലൈക്ക് സീ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്. ഐ ആം സോ എക്സൈറ്റഡ്. യു Me too. she too. Okay bye. ഞങ്ങളുടെ വാഗമൺ ടൗൺ എത്തി. സോ പൊന്നോടിക്കും മഴ പെയ്തപ്പോഴും ഓർത്തു ലൈക്ക് ഒരു കോഫി കുടിക്കാൻ. ഇവിടെ ഹോട്ടലുണ്ട്, റെസ്റ്റോറൻറ്റ് ബേക്കോ സംതിങ്. സോ അപ്പോൾ ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും മിക്ക സമയത്ത് ഇവിടെ നിന്നാണ് ചായ കുടിക്കാറ്. ഇവിടുത്തെ മിൽക്ക് കോഫി സൂപ്പറാണ് ഗൈസ്. നല്ല നല്ല ടേസ്റ്റ് ഇവിടുത്തെ മിൽക്ക് കോഫി. അപ്പോൾ ഞാൻ കോഫി കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആൻഡ് എന്തെങ്കിലും നം കൂടെ വേണം, ബിക്കോസ് നല്ല വിശപ്പുണ്ട്. കോഫി വന്നു ഗൈസ്. ആക്ച്വലി ദിസ് കോഫി ഈസ് റിയലി ഗുഡ്. ഇവിടെ വരുന്നവർ മസ്റ്റ് ട്രൈ ആണ്. സോ ഗൈസ് ആദ്യമായിട്ട് വാഗമൺ വരുന്ന ഷിയ. ഹെർ ഫസ്റ്റ് കോഫി. ഹൗസ് ഇറ്റ്? കൊള്ളാം. ഈ തണുപ്പത്ത് കൊള്ളാം. നല്ല ക്ലൈമറ്റ്, നല്ല ചായ. തണുപ്പത്ത് മാത്രമല്ല ഗൈസ്, ഈ റെസ്റ്റോറൻറ്റ് ബേക്കേഴ്സോ എന്തായിരുന്നു എന്തോ ടൗണിൽ ഉള്ളൊരു വലിയ ഇതാണ്. റെസ്റ്റോറൻറ്റ് ഞങ്ങൾ പോകുന്നാലും ഇവിടെ നിന്ന് കോഫി കുടിക്കത്തുള്ളൂ. വേറെ ഫ്രണ്ട്സ് ആയിട്ട്. ബിരിയാണി ഉണ്ടോ? 10 minutes. എനിക്ക് ഫ്രൈഡ് റൈസ് മതി. ഞാൻ വെയിറ്റ് ചെയ്യാം. എന്താ രണ്ടും കൂടെ ഒരുമിച്ചെടുത്താൽ പോരെ? ഒരു ബിരിയാണി, ഒരു ഫ്രൈഡ് റൈസ് ആകുമ്പോൾ എടുത്താൽ മതി. കുറച്ച് സമയം എടുക്കും. അപ്പം അത് ഒരുമിച്ചെടുത്താൽ മതി. അപ്പോൾ ഗൈസ് ഒരു ചിക്കൻ ബിരിയാണി, ഒരു ഫ്രൈഡ് റൈസ്. വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ എടുക്കട്ടെ ഗൈസ്. ഞങ്ങളുടെ ഇവൾക്ക് ചിക്കൻ ബിരിയാണി, എനിക്ക് ഫ്രൈഡ് റൈസ്. 10 മിനിറ്റിനുള്ളിൽ വരും, ബിക്കോസ് ചിക്കൻ ബിരിയാണി ആകുന്നതേ ഉള്ളൂ. മനുഷ്യനോട് വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു തുടങ്ങി ഗൈസ്.
സി എന്നെ ഇവിടെ അനാവശ്യമായിട്ട് മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അനാവശ്യം. ഷീ ടേക്ക് സം ലവ്ലി പിക്ചേഴ്സ്. ഞാനത് സേവ് ചെയ്തെടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഐ എഗ്രി വിത്ത് ഇറ്റ് ബിക്കോസ് മൈ ഫോട്ടോഗ്രാഫിംഗ് സ്കിൽ ഇസ് നോട്ട് ബാഡ്. വെരി ഗുഡ്. നോട്ട് ബാഡ് എങ്ങനെ പറയാം? അക്ഷയ് പറയണ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഈ ക്ലൈമറ്റിന് പറ്റിയ ഒരു ഞാനിന്ന് ഇങ്ങനെ സംസാരിക്കണം കേട്ടോ. ഈ ക്ലൈമറ്റിന് പറ്റിയ ഒരു പാട്ട് പാടിയിരിക്കുക. ഞാൻ ഉദ്ദേശിച്ച പാട്ടിൽ എനിക്ക് ഉദ്ദേശിച്ച സ്ഥലത്തുനിന്ന് ഇടുക്കിയാണ്. ഇടുക്കി ഗോൾഡിനെ പൊട്ടണോ? ഇല്ല, എൻ്റെ അംശം ഈ ക്ലൈമറ്റിന് പറ്റിയ ഈ ക്ലൈമറ്റിന് പറ്റിയ പാട്ടാണ് അംശം. സോ ഗൈസ് ഞങ്ങളിപ്പോൾ ഫൈൻ ഫോറസ്റ്റിലെത്തി. ആടി ടാസ്കാ. ഞാൻ മിക്കവാറും വീഴും. എൻ്റെ ചെരുപ്പിന് ഗ്രിപ്പില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ശബരിമലക്ക് കണക്കിന് ആൾക്കാരാ വന്നു പോയി നിൽക്കുന്നത്. ഹാപ്പിയായി. എനിക്കാണെങ്കിൽ ചെരുപ്പിന് ഗ്രിപ്പില്ല. എപ്പോൾ വേണേലും വീഴാം. എന്ത് തോന്നുന്നു? കേൾക്കുന്നില്ല. ഗൈസ് നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്. അത്യാവശ്യം കാറ്റുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും വീഴാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ മുട്ടൻ ക്രൗഡാണ്. ഞങ്ങൾ രണ്ടുപേരും ചെരുപ്പിന് ഗ്രിപ്പുമില്ല. അവളുടെ ഇരിപ്പിനുണ്ടോ? ഓക്കെ, എൻ്റെ ഇരിപ്പിനില്ല. ഫൈൻ. പക്ഷെ നല്ല തിരക്കുണ്ട്. എനിക്ക് ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസ് ഇഷ്ടമല്ല. ഞങ്ങൾ വരുമ്പോൾ എപ്പോഴും ഇത് ഓപ്പൺ ചെയ്യുന്ന ഒരു ടൈമിലായിരിക്കും വരുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് അത്ര ക്രൗഡ് ഉണ്ടാവില്ല. ശരിക്കും നടക്കുന്നുണ്ടോ? ഇത് എന്താണത്? ശബരിമലക്ക് ഞാൻ പറഞ്ഞില്ലേ, ശബരിമലക്ക് ആൾക്കാർ വരുന്ന പോലെയാണ് ഇതിൻ്റെ അകത്ത് നിന്ന് തിരക്കുള്ളത്. അത് ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളെ വന്നപ്പോൾ ഉച്ചയായി. ഇത് ഇത്ര തിരക്ക്. ഹായ് ഗായ്സ്, ഞങ്ങൾ പൈൻ വാലിയിലെത്തി. ഇപ്പം ഇച്ചിരി തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ കൊള്ളാം. ആൻഡ് അതല്ല, നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. ഇപ്പം നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. നേരത്തെ ഭയങ്കര തിരക്കായിട്ട് എന്താ പറയുക, ഭയങ്കര ഇട്ടങ്ങേറായിരുന്നു. എനിക്ക് ഇത്രയും തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് ഇഷ്ടമല്ല. ഇപ്പോൾ ഒന്ന് ഫ്രീ. ഇപ്പം നല്ല രസമുണ്ട് കാര്യങ്ങളൊക്കെ കാണാനും. ഷീ ഇവിടെ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടാൻ പറഞ്ഞില്ലേ, നല്ല കാറ്റുണ്ട് ഇവിടെ. കൊടുങ്കാറ്റോളത്തെ കാറ്റൊക്കെയാണ് ചില സമയത്ത് വന്നിട്ട് പോണത്. കാറ്റ് വീശുമ്പോൾ കൊള്ളാറുണ്ട്. കാറ്റെല്ലാം ചിലപ്പോൾ കാറ്റ് വീശുമ്പോഴത്തേക്ക് അങ്ങനെ എടുക്കാം. അപ്പം ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ വരും. പച്ച മലർത്തി ഞാൻ പറഞ്ഞ ഷീയ മുടി അയക്കണ്ട. അപ്പോൾ അവൾക്ക് മുടി അഴിക്കണം. മുടി അഴിച്ചേ പറ്റൂ. ഇതിപ്പോൾ ഞാൻ പറയാം, മുടി അയച്ചപ്പോഴേ ഞാൻ പറയാൻ കെട്ടിത്തരത്തില്ല. ഇപ്പതേ തിരിഞ്ഞു നിൽക്കുക. കെട്ടിത്താ പറ്റത്തില്ല ഷീയ. ഒരു വയസ്സാണെങ്കിൽ ഒരു വയസ്സ് ഞാൻ മൂത്തല്ലേ, പറഞ്ഞ കേൾക്കണം. ഇങ്ങനെ കണ്ടിരുന്നു കൊള്ളൂല. അത്ര കൊള്ളായൊന്നുമില്ല. കൊള്ളൂല. അത് ഇത് ഇറങ്ങിയാൽ മാത്രം പോലല്ലോ, തിരിച്ച് കയറണമല്ലോ. പറ്റുന്നില്ല, വെള്ളം പോലില്ല. വണ്ടിയിലായിപ്പോയി. ഷിയാ, what do you feel? മലയാറ്റൂര് കയറിയപ്പോൾ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട്. ഞങ്ങളിപ്പോൾ ഒരു ശരണമൊക്കെ വിളിച്ചിങ്ങനെ അല്ലേ, ശരണമൊക്കെ വിളിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിരിക്കോട്ടെ. അതെന്താ ഒരു ഷീസ് എ ഫേക്ക് ഫ്രണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങട്ടെ അയ്യ. ഫുള്ള് കൂടെയാണ് ഗൈസ്, ഫുള്ള്. ഇതിൽ എൻ്റെ ഞാൻ വായ്പൂടി വിടുമ്പോൾ പുക വരണ്ടാന്ന് നിങ്ങൾ നോക്കും. അതൊക്കെ ഇപ്പോൾ വലിയ കാര്യം. വായിക്കൂടി ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ പൈൻ ട്രീന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഇവിടെയാണ് ഒരു വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വാഗമണ്ണുള്ള ഒരു വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സ്പോട്ട് പുള്ളിക്കാനും നമ്മൾ പോകും. നമ്മൾ പോകുന്ന വഴിക്ക് എന്തായാലും പുള്ളിക്കാനും വിസിറ്റ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. പക്ഷെ വേറൊരു വില്ലേജ്, ഒരു ചെറിയ വില്ലേജ്. പ്രത്യേകിച്ച് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ലൊരു ഭംഗിയുള്ള ഒരു ചെറിയൊരു വില്ലേജ് കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. സോ അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ വില്ലേജ്. ആൻഡ് ദിസ് ഇസ് ദി പ്ലേസ്. ഇത് മാത്രമല്ല, നമുക്കതേ
വില്ലേജ്. ഇവിടെ ഈ ഒരു അരുവി എന്നാണോ പറയുന്നതെന്ന് അറിയത്തില്ല. അരുവി മാത്രമല്ല ഉള്ളത്, ഞാൻ പറഞ്ഞ ക്ലിയർ ആവുന്നുണ്ടോ കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. അരുവി മാത്രമല്ല ഉള്ളത്, ഇവിടെ ചെറിയൊരു കുളം കൂടി ഉണ്ട്. ഇവിടെ നിൽക്കുന്നൊരു രസം, നല്ല തണുത്ത വെള്ളമാണ് ഗൈസ്. അതായത് നിന്ന വഴി നമ്മൾ മരവിച്ച് പോണ രീതിയിലുള്ള അത്രക്ക് നല്ല തണുത്ത വെള്ളമാണ് ഇവിടെ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് കുളവും കൂടി ഒന്ന് കാണിച്ചു തരാം. നല്ല തണുപ്പുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? തണുപ്പ് ഗൈസ്, കാലിനൊടുക്കത്തെ തണുപ്പ്. സോ നമ്മള് ഏകദേശം ഒരു എത്ര മണിയാടി? 3 മണിയായോ? സോറി, ഇപ്പൊ എന്റെ മൊബൈൽ പറന്നു പോയാനെ. കൃത്യസമയത്ത് ഷീയുടെ ഇടപെടൽ കാരണമാണ് ഗൈസ് ഇപ്പൊ എന്റെ മൊബൈൽ ഫോൺ ജീവിച്ചിരിക്കുന്നത്. താങ്ക്സ്. ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ്, അതായത് 6ന്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള കോളമാണിത്. പക്ഷെ ഒരു പ്രശ്നമുള്ളൂ, ഇതിൽ നടുക്കോട്ട് ഭയങ്കര ആഴമാണ്, ഇറങ്ങുന്നത് ഭയങ്കര റിസ്ക്കാണ്. ആൻഡ് പ്ലസ് ഇവിടെ ഈ പരിസരത്തായിട്ട് കുറച്ച് അട്ടശല്യമുണ്ട്. അതായത് അപ്പുറത്തില്ല, പക്ഷെ ഇപ്പുറത്ത് നനവ് കൂടുതലുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, അട്ടയുണ്ട്. ദിസ് ഇസ് സെക്കൻഡ് ലൊക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പുറത്തെ സൈഡ് ആ ഒരു ചെറിയ അരുവിൻ്റെ ഇപ്പുറത്തെ സൈഡ് സംഭവം നല്ല രസമാണ് കാണാനായിട്ട്. ഷീയത ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, മുറുക്ക് നിന്നിട്ട് അത് മീനിട്ട് കൊടുക്കുന്നതാണ്. എൻ്റെ തൊണ്ടയെ കുടുങ്ങി ചാവും അത്. ഷീയുടെ സൈക്കോളജിക്കൽ മൂവാണ് കഴിച്ചത്. വീട്ടിൽ ചെന്ന് കറി വെക്കാനാണ്. നമ്മളിവിടെ നുറുക്ക് പഠിച്ച് രസിക്കുകയാണ് ഗൈസ്. എന്തൊക്കെയുള്ള നിങ്ങൾ എന്തൊക്കെ കേൾക്കണം? ഞാൻ അവിടെ പോയി നിൽക്കട്ടെ. എടി അട്ടയുണ്ടോ വെച്ച അവിടെ ഒന്ന് കയറി ചെല്ലിപ്പോ. എന്നിട്ട് പോയിട്ടോ. അട്ട കയറിയിട്ട് വന്നതിന് എൻ്റെ സാനിറ്റൈസറും ഇല്ല, ലൈറ്ററും ഇല്ല കേട്ടോ. പോകുന്നുണ്ട്. എന്നിട്ട് കേൾക്കാണ്ട് അത് അവിടെ പോയി വായും പൊളിച്ച് നോക്കിയിരിപ്പുണ്ട്. എന്തിനാണാവോ എന്തോ. വായോ വായോ. Hi kids, this is your mom and this is your aunt. ഞങ്ങളിപ്പോ നിന്റെ ആന്റിയുടെ ആദ്യത്തെ വാഗമൺ ട്രിപ്പിന് വന്നിരിക്കുകയാണ്. ഞങ്ങൾ 2026 ജൂലൈ 4 ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഗേൾസ് ഓൺലി ട്രിപ്പാണ്. ആൻഡ് വാഗമണ്ണയ്ക്ക് വാഗമണ്ണ് ഇവിടെ വരെ ഞങ്ങൾ രണ്ടുപേരും മാത്രം തനിച്ച് വന്നതിൽ വി പ്രൗഡ്. ആൻഡ് ഞങ്ങളിപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് യാ വി ആർ ഹാപ്പി. ഇതൊക്കെ നിങ്ങൾ കാണുമെന്ന് എനിക്കറിയാം. ഇതാകുമ്പോൾ നിങ്ങൾ എന്തായാലും ഇതെല്ലാം കാണണം. എല്ലാവരും നിങ്ങൾ കാണണം. എന്നിട്ട് ഞങ്ങളെക്കാട്ടും അടിപൊളിയായിട്ട് ജീവിക്കണം. ഗൈസ്, ഞങ്ങൾ മല ഓടി ഇറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പെട്രോള് ഒരു ഘട്ടം നോക്കിയപ്പോഴത്തേക്ക് പിന്നെ ഷിയയുടെ കിളിയൊക്കെ പോയി. ഇപ്പോൾ തിരിച്ചു വന്നു ഷിയ കിളിയൊക്കെ. ഷിയ ഭയങ്കരമായിട്ടും ടെൻഷനായിപ്പോയി ഒരു ഘട്ടം അങ്ങോട്ട് കണ്ടപ്പോൾ. പിന്നെ ഒരു സ്ഥലത്ത് നിർത്തി കോടയൊക്കെ കൊണ്ടുവരണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. കോടയൊക്കെ തന്നെ ധാരാളമെന്നും പറഞ്ഞ് ഞങ്ങളിങ്ങോട്ട് പോന്നു. സോ ഗൈസ്, ഓൾമോസ്റ്റ് ഞങ്ങളുടെ ട്രിപ്പ് കഴിയാനായി. എനിക്ക് നല്ല ഉറക്കം വന്നിട്ട് ഞങ്ങളിപ്പോൾ ഒരു ചായക്കട കയറി ഒരു കോഫിയൊക്കെ പിന്നെയും കുടിച്ചു. കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് തിരിച്ച് വീട്ടിലോട്ട് പോവുക. പിന്നെ ഇനി എവിടെയെങ്കിലും ചായ കുടിക്കാൻ നിർത്തുന്ന അറിയാൻ പാടില്ല. ഇതിപ്പോൾ ടോട്ടൽ ഒരു 5ാമത്തെ ചായ കൂടിയാണ് മിനിമം ഇന്ന് ഞങ്ങൾ കുടിച്ചിരിക്കുന്നത് എന്ന് ഔദ്യോഗികമായി അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോക്കായി വീണ്ടും കാത്തിരിക്കുക. ഓക്കെ, ബൈ. സോ ഫൈനലി ഗൈസ്, ട്രിപ്പം കഴിഞ്ഞത് വീട്ടിൽ വന്ന് കയറുന്ന അയ്യോ അവളെ എന്നെ ആക്കിയിട്ട് പോയി. എന്താ പറയുക, നല്ല ടയേർഡാണ്. എന്തൊക്കെ പറഞ്ഞാലും എവിടെയൊക്കെ പോയാലും നമ്മുടെ വീട്ടിൽ നമ്മൾ റൂമിൽ വന്ന് കിടന്നുറങ്ങണേൻ്റെ സുഖം അതൊരൊന്നൊന്നര സുഖം തന്നെയുള്ളൂ ഗൈസ്. ഞാൻ പോയി ഫ്രഷായിട്ട് മാറി കിടന്നുറങ്ങാൻ നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. ഓക്കെ, ബൈ. പിന്നെ കാണാം.